welcome to EduPod. Yes, എടാ മക്കളെ ഒരുപാട് പേര് ചോദിച്ചു എന്ത് മിസ്സേ ഫോർമാറ്റ് വീഡിയോ ഒന്ന് ചെയ്യോ, ഞങ്ങൾക്ക് ഫോർമാറ്റ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടെന്ന്. യെസ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതെ ആ ഫോർമാറ്റ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അല്ലെ, 4 മാർക്കിന്റെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതെ, ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അവയുടെയൊക്കെ പൂർണ്ണമായിട്ട് അതായത് മുഴുവൻ മാർക്കും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫോർമാറ്റ് കൂടി നമ്മൾ ശരിയാക്കിയേ പറ്റും. നമുക്ക് എഴുതാനുള്ള കാര്യം അറിയാം, പക്ഷെ ഫോർമാറ്റ് തെറ്റാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വളരെ സിമ്പിൾ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുടെ ഒക്കെ ഫോർമാറ്റ് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ആരൊക്കെയാ നോക്കിക്കേ. പത്ര, ലെറ്റർ, ഡയറി, റെപ്പട്ട്, പോസ്റ്റർ, ടിപ്പണി, അതായത് നമുക്ക് ആശയം എഴുതാനില്ലടാ. യെസ്, ദെൻ ചരിത്രഗത ടിപ്പണി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കണം, കാരണം ഇവരെന്തായാലും എക്സാമിന് വരും. സോ ഫോർമാറ്റ് നമ്മളിത് ഈ ഒരു വീഡിയോയോട് കൂടി സെറ്റ് ആക്കാൻ പോവാണ്. നോക്കിക്കേടാ, ഒന്നാമതായിട്ട് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പത്ര, ലെറ്റർ. ഒരു ലെറ്റർ എന്തായാലും ചോദിക്കുമല്ലോ അല്ലെ. അപ്പൊ ആ ലെറ്ററിന്റെ സമയത്ത് എന്താണ്, യെസ് പെന്നും പെൻസിലും സ്കെയിലും ഒക്കെ കൊണ്ടുപോവാട്ടോ. ഓക്കെ, എന്ത് ചെയ്യാ, ഒരു സ്കെയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ വരച്ചിരിക്കണം, മറന്നു പോരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ ബോക്സ് വരച്ചിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് എന്ത് കൊടുക്കടാ, സ്ഥാൻ താരീഖ് അല്ലെ. സ്ഥാൻ താരീഖ്, ഡേറ്റ്, പ്ലേസ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, സ്ഥാൻ താരീഖ് എന്ന് കൊടുത്താൽ മതി. ദെൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുക്കുക, സല്യൂട്ടേഷൻ. അതായത് നിങ്ങളുടെ ലെറ്ററിൽ ഇന്ന ആൾക്ക് ലെറ്റർ എഴുതാനുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സന്തോഷ് യാദവ് അവരുടെ സുഹൃത്തിന് ലെറ്റർ എഴുതുന്നു. അപ്പൊ ആ സുഹൃത്തില്ലടാ, യെസ് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, എന്താ, പ്രിയമിത്ര എന്ന്. നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവർ കേട്ടോ, അതാണ് സല്യൂട്ടേഷൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ക്ലീഷേ സാധനം, സുഖാണോ, എനിക്ക് സുഖാണ്. ഏത് ലെറ്ററിലും നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നോക്കിക്കേടാ. യെസ് തും കെസെ ഹോ, ഖുഷ് ഹേന അല്ലെ, എന്താണ് നിനക്ക് സുഖല്ലേ, സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. മേ യഹാം കുശൽ സേഹും, ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഏക ബാത് ബതാനെ കെ ലിയേ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മേ യേ പത്ര ലിഖ്താ ഹൂം, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് പഠിക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതി, സ്ഥാൻ താരീഖ് കൊടുത്തു, ലെഫ്റ്റ് സൈഡ് സല്യൂട്ടേഷൻ കൊടുത്തു, തും കെസെ ഹോ ചോദിച്ചു, മേ യഹാം കുശൽ സേ ഹൂം പറഞ്ഞു. അതുപോലെ എന്ത് പറയണം, ഏക് ബാത് ബതാനെ കെ ലിയേ മേ യേ പത്ര ലിഖ്താ ഹൂം, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറയാ. ദെൻ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് വളരെ ചുരുക്കി 1, 2, 3 സെന്റൻസ് മാത്രം എഴുതാം. ഓക്കെ, ഇനി എങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കിക്കേ. വാപ്പസി പത്രിക്ക് ഇന്റസാർ മേം, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ജവാബ് കേട്ടോ, ജവാബി പത്രിക എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് സസ്നേഹ വിത്ത് ലവ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എന്താണ്, ആരാണോ എഴുതുന്നത്, അതായത് ഫ്രം അഡ്രസ്. ഓക്കെ, തുമാര മിത്ര നാം ഹസ്താക്ഷരം ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ് കേട്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞി ബോക്സ് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് സേവാമേ നാം പദ. ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ലെറ്ററിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ്, സ്ഥാൻ താരീഖ് കൊടുത്തു, സല്യൂട്ടേഷൻ കൊടുത്തു, സുഖാണോ എന്ന് ചോദിക്കുന്നു, ക്വസ്റ്റ്യനുള്ള കാര്യം എഴുതുന്നു, വാപ്പസി പത്രിക്ക് ഇന്റസാർ മേം എന്ന് പറയുന്നു, സസ്നേഹം. ദെൻ റൈറ്റ് സൈഡിൽ താഴെ ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സും, ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ്സും. ഇത്രയും കാര്യം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് സെറ്റ് ആണ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നോക്കട്ടെ, ഡയറി. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഡയറിയുടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താ, ഡയറിയിൽ സന്തോഷമുള്ള കാര്യമാണോ സങ്കടമുള്ള കാര്യമാണോ നമ്മൾ എഴുതേണ്ടത് അല്ലെ. യെസ്, അപ്പൊ എന്താണ്, അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. നോക്കിക്കേ, ഒരു ബോക്സ് വരയ്ക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് താരീഖിലെ ഡേറ്റ് കൊടുക്കാം. ദെൻ സന്തോഷാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയൂടാ, ആജ് മേരെ ലിയേ ഖുഷി ദിൻ താ. സങ്കടാണെങ്കിലോ, ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ. രണ്ടും കൂടി ഒരുമിച്ച് എഴുതരുത് കേട്ടോ. ചോദ്യം വായിക്കുന്ന സമയത്ത് സന്തോഷാണോ സങ്കടാണോ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ്, സന്തോഷാണെങ്കിൽ ഖുഷി എന്നും സങ്കടാണെങ്കിൽ ദുഃഖി എന്നും എഴുതാം. അതിനുശേഷം ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വളരെ ചുരുക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുന്നു. then എങ്ങനെ അവസാനിപ്പിക്കാം, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേം ഞാൻ, കബി നഹി ഭൂലൂങ്ക, ഞാൻ ഒരിക്കലും മറക്കൂല അല്ലെ. സന്തോഷാണെങ്കിലും നമ്മൾ മറക്കൂല, സങ്കടാണെങ്കിലും നമ്മൾ മറക്കൂല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയറിയുടെ സബ്ജക്ട് ഏതും ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ സാധിക്കും. അതിന് താഴെ എന്ത് കൊടുക്കുക, യെസ് ഹസ്താക്ഷർ, സൈൻ. അത് മാത്രം മതി ഡയറിയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ഡയറിയുടെ ചോദ്യം വായിക്കുന്നു, സന്തോഷാണോ സങ്കടാണോ നമ്മൾ മനസ്സിലാക്കുന്നു. then ആജ് മേരെ ലിയേ, സന്തോഷാണെങ്കിൽ ഖുഷി എന്നും സങ്കടാണെങ്കിൽ ദുഃഖി എന്നിട്ട് ദിൻ താ എന്ന് എഴുതുന്നു. അതിനുശേഷം ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് വളരെ ചുരുക്കി എഴുതുന്നു. then ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക എന്ന് എഴുതുന്നു.
ഒരു സൈഡ് ഇട്ട് വെക്കേണ്ട ഹസ്താക്ഷരം എന്ന് എഴുതാം. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ 4 മാർക്ക് എൻ്റെ മക്കൾക്ക് സെറ്റാണ്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഡയറി സെറ്റല്ലേ? ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഡയറിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാടാ? പോസ്റ്റർ അല്ലേ? അപ്പൊ നമുക്ക് 2 രീതിയിലാണ് പോസ്റ്റർ വരിക. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? പോസ്റ്റർ എന്ന് പറയുന്നത്. ഈ പോസ്റ്ററിൽ ഒന്നാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് തരും. ഇപ്പൊ എക്സാമ്പിൾ, ജലസംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നമുക്ക് അവിടെ ഫോർമാറ്റ് ഒന്നും നോക്കാനില്ല, നമുക്ക് അതിനെക്കുറിച്ച് ജലസംരക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും ഡയലോഗ് എഴുതിയാൽ മതി. പക്ഷേ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്, ഒരു സെമിനാർ നിങ്ങളെ സ്കൂളിൽ നടക്കുന്നു, അങ്ങനെ ഒരു സബ്ജക്റ്റ് വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നു രീതിയിലുള്ള ഒരു പോസ്റ്റർ വരും. സിമ്പിൾ ആയിട്ട് ചോദ്യം നോക്കിയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പോസ്റ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെറുതായിട്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ബോക്സ് വരയ്ക്കുക, then എന്ത് ചെയ്യുക? ആദ്യം തന്നെ കാര്യക്രമം, അതായത് പ്രോഗ്രാം എന്താണെന്ന് എഴുതാം. ഓക്കെ, കാര്യക്രമം എന്നല്ല എഴുതി വെക്കുന്നത്. സെമിനാർ ആണോ, നാടകമാണോ, ക്ലാസ് ആണോ, എന്താന്നുള്ളത് ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക? ഒന്ന് എടുത്തിട്ട് മേലെ എഴുതാം. പ്രോഗ്രാം കാര്യക്രമം നല്ല എഴുതണ്ട കേട്ടോ. എന്താണ്? സംഗോഷ്ഠിയാണ്, സംഗോഷ്ഠി എന്ന് എഴുതാം. നാടകമാണെങ്കിൽ നാടകം എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു. എന്താണ് വിഷയം? ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ ഉണ്ടാവും. ചോദ്യത്തിൽ നിന്ന് നോക്കുക, അതിവിടെ എഴുതാം. ഇനി താരീഖ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുക? ഡേറ്റ് അങ്ങ് എഴുതി വെക്കുക. ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. സമയമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം? നോക്കിക്കേ, സുബഹ് 10 ബജേ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ കാര്യക്രമം നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാവും, പ്രോഗ്രാം നമ്മൾ എഴുതി, സബ്ജക്റ്റ് നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാവും, അത് എഴുതി, ഡേറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാവും, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം. അത് കഴിഞ്ഞിട്ട് സമയം സുബഹ് 10 ബജേ എന്ന് കൊടുക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? സ്ഥാൻ അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന എന്ന് സ്കൂൾ എന്നുള്ള ഒരു വാക്ക് നിങ്ങളെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം മക്കളെ? എന്തെഴുതാം? സ്കൂൾ സഭാ ഭവൻ में. ഓക്കെ, സ്കൂൾ എന്നൊരു വാക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ അത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഇനി പഞ്ചായത്ത് എന്നെങ്ങാനും നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? പഞ്ചായത്ത് സഭാ ഭവൻ में എന്ന് കൊടുക്കുക. അതൊന്ന് ചെറിയ ചേഞ്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എന്താടാ? സബ്ക സ്വാഗത്, ഓൾ ആർ വെൽക്കം, എല്ലാരെയും വെൽക്കം ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്ക് നമുക്ക് മേടിക്കാം. പോസ്റ്റർ ഉറപ്പായിട്ടും ചോദിക്കും. ഈ രീതിയിൽ പ്രോഗ്രാം എഴുതാനുള്ളതാണെങ്കിൽ ആദ്യം തന്നെ പ്രോഗ്രാം എന്താണ് അത് എഴുതുന്നു, അതിന്റെ സബ്ജക്റ്റ് എഴുതുക, then ഡേറ്റ് കൊടുക്കുക, സമയം കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, എല്ലാരെയും വെൽക്കം ചെയ്യുക. കിട്ടിയില്ലേ 4 മാർക്ക്? അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ട്. അപ്പൊ വളരെ കൃത്യമായിട്ട് അത് എഴുതിയെടുക്കാം. ഓക്കെ, യെസ്. അടുത്ത നോക്കടാ, കവിത പർ ടിപ്പണി അല്ലെ? കവിതയുടെ ടിപ്പണി എഴുതാനുണ്ടാവും. കവിതയുടെ ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ 3 പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പാരഗ്രാഫില് കവിതയെ കുറിച്ച്, കവിയെ കുറിച്ച്. രണ്ടാമത്തെ പാരഗ്രാഫില് ആ ഒരു കവിതയിലെ വരികളുടെ അർത്ഥം. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ കവിത ഒരു മെസ്സേജ് തരുന്നുണ്ടാവില്ലേ, അത്. ഇങ്ങനെ 3 പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു ശീർഷക്, ഒരു ഹെഡിങ് കൊടുക്കാം. ആ കവിതയുടെ പേര് തന്നെ നിങ്ങൾ കൊടുത്തോളൂ, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കവി കാ പരിചയ്, ആ കവിത എഴുതിയ ഒരാൾ ഉണ്ടാവില്ലേടാ, ആ കവിത എഴുതിയ ആളുടെ പേരാണ് നിങ്ങൾ മെൻഷൻ ചെയ്യണത്. അതായത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള നരേഷ് സക്സേന. അവിടെ കണ്ടില്ലേ കവിയുടെ പേര് നമ്മൾ കൊടുത്തില്ലേ? യെസ്, കവിയുടെ പേര് കൊടുത്തിട്ട് നേരെ നമ്മൾ എന്ത് കൊടുക്കുക? കവിത കാ പരിചയ്, അതായത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള നരേഷ് സക്സേനയുടെ ഒരു സുന്ദര കവിതയാണ് കവിതയുടെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പം കവിയുടെ പേരും കവിതയുടെ പേരും നമ്മൾ കൊടുത്തു. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്ത് വരണം? പങ്ക്തിയോं കവി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തെ പാരഗ്രാഫ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ട എന്താണ്? പങ്ക്തിയോं का വിശേഷത. ആ കവിതയുടെ വരികളിൽ എന്തൊക്കെ അർത്ഥങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് കവി നമ്മളോട് പറയുന്നത്, അതാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? കവിത കാ സന്ദേശം. എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നുണ്ടാവില്ലേ, എന്തെങ്കിലും കവി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടാവില്ലേ? യെസ്, അതാണ് നിങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത്. ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്? കവിതയുടെ ആശയം, അതായത് ടിപ്പണി നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണോ? ഒരു ഹെഡിങ് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കവിതയുടെ പേര് തന്നെ കൊടുത്തോളൂ കേട്ടോ. ദെൻ കവിതയുടെ പേര്, കവിയുടെ പേര്, കവിതയുടെ വരികളിലൂടെ പോയിട്ട് മെസ്സേജ് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിക്കേടാ, ന്യൂസ് റിപ്പോർട്ട്.
ഉറപ്പായിട്ടും ചോദിക്കും. ഉറപ്പായിട്ടും എന്ത് ചോദിക്കടാ? ന്യൂസ് റിപ്പോർട്ട് ഇത്തവണ ചോദിക്കും. സന്തോഷ് യാദവിന്റെ ചാപ്റ്ററിന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ റിപ്പോർട്ട് എഴുതുമ്പോൾ ഇത്രയും കാര്യം മതി. ഒരു ബോക്സ് വരയ്ക്കുക, ആകർഷണീയ ശീർഷകം കൊടുക്കുക. ഈ ആകർഷണീയ ശീർഷകം അവിടെ എഴുതി വെക്കല്ല കേട്ടോ വേണ്ടത്. നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് നിങ്ങൾ എഴുതുക. ഓക്കെ, അല്ലാണ്ട് ഈ ആകർഷണീയ ശീർഷകം അവിടെ എഴുതി വെക്കല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയാണേ, ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ആകർഷണീയ ശീർഷകം അവിടെ എഴുതി വെക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹെഡിങ് നിങ്ങൾ എഴുതാണ് വേണ്ടത്. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സ്ഥാൻ കൊടുക്കുക, ഒരു പ്ലേസ് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. എന്ത്? റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് കൊടുക്കുക, ഒരു പ്ലേസിന്റെ പേര് എഴുതണമെന്നില്ല, സ്ഥാനം എന്ന് കൊടുക്കുക. ദെൻ ചോദ്യം വളരെ ചുരുക്കി അതിന്റെ ആൻസർ എഴുതാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സന്തോഷ് യാദവിന്റെ റെപ്പട്ടായിരിക്കും വരാൻ ചാൻസ്. അത് നമ്മൾ ഈ ചാനലിൽ തന്നെ ഉണ്ടടാ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പോയിട്ട് കാണാം. അടുത്തത് എന്താടാ? ചരിത്രഗത ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്. വളരെ സിമ്പിൾ ആണ്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഡാഷ് കി മഷ്ഹൂർ കഹാനി, അതായത് കവിയുടെ പേര്. ആദ്യം തന്നെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? കവിയുടെ പേര്. ഓക്കെ, അതായത് ഇന്ന കവിയുടെ മഷ്ഹൂർ കഹാനി, ഫേമസ് കഹാനി ആയിട്ടുള്ള എന്ത് കൊടുക്കുക? ആ ഒരു ചാപ്റ്റർ ഇല്ലടാ, കഥയുടെ പേര്, അതായത് ആ ചാപ്റ്ററിന്റെ പേര്. അതിലെ മുഖ്യ കഥാപാത്രമാണ് അതിലെ ആ ഒരു ക്യാരക്ടറിന്റെ പേര്. കഥ എന്നാണ് എഴുതുന്നത്. യെസ്, കഥാപാത്രം. ഓക്കെ, അപ്പൊ എന്ത് എഴുതണം? ഇന്ന കവിയുടെ ഫേമസ് കഹാനി ആയിട്ടുള്ള കഹാനിയുടെ പേര്, ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, ആ ക്യാരക്ടറിന്റെ പേര്. ഈ രീതിയിൽ, അതായത് കവിയുടെ പേര്, കഥയുടെ പേര്, ക്യാരക്ടറിന്റെ പേര്, ഈ രീതിയിലാണ് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാ? നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. അപ്പൊ ഇത്രയും ഫോർമാറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യെസ് എടാ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഈ ഫോർമാറ്റ് വീഡിയോ നിങ്ങൾ കാണുക, പഠിക്കുക, അടിപൊളിയായിട്ട് നാളെ എക്സാം എഴുതുക. പ്രഡിക്ഷൻ വീഡിയോസ് ഇതിലുണ്ട്, നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ ഈ ചാനലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യെസ്, അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് പഠിക്കണം. ലൈവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കും. അപ്പൊ